ഓക്കെ, സോ നമുക്കിപ്പം റയാൻസ് ഡിസൈൻസിൻ്റെ ബാക്ക് സൈഡിലുള്ള പ്രൊഡക്ഷൻ വർക്ക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഒരു ഡ്രസ്സ് ഓർഡർ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഇത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സാണ്. ഇതിൽ ആരി വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇപ്പം ഈ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് ഇതിൻ്റെ സിമിലർ ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഒരു ബ്രൈഡിന് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാമോ? ഓക്കെ, സോ ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ടൈലർ അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് അവർ ഡോട്ട് ഇട്ട് തരും. ആ ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളുടെ ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ അവർ കസ്റ്റമേഴ്സ് പറയുന്ന ഏത് വർക്കാണോ അത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. ഇപ്പം ഇതിൽ നമുക്ക് ഗോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും കളർ മിക്സ് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽവർ, ആൻറ്റിക്ക് കസ്റ്റമറുടെ ചോയ്സിന് ബേസിസിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ഓർഡർ തന്നിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഹെവി വർക്ക് ഇത് കുറച്ച് മൈന്യൂട്ട് വർക്കുള്ള കുർത്ത നമുക്ക് ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. ആരി വർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കട്ടിങ്ങിലോട്ട് പോകും. കട്ടിങ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ചിങ് പോയതിന് ശേഷം നമ്മൾ ബട്ടൺസ് ഇടും. സോ ഇപ്പോൾ നമുക്കൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ക്ലൗഡ് തീമിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലൗഡ് തീമിലാണ് ഇപ്പോൾ നമുക്ക് സ്കൈ ബ്ലൂ കളർ ചൂസ് ചെയ്ത് ഇതിൻ്റെ ആരി വർക്ക് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ക്ലൗഡ് ആൻഡ് ജംഗിൾ ഇങ്ങനെ കുറച്ച് അനിമൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ലയൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴോട്ട് ചെറിയ സ്റ്റാർസും കൂടെ വെച്ച് സർദോസി വർക്ക് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ മാച്ചിങ് ഗേൾ സെറ്റാണ് ഇവിടെ ചെയ്യുന്നത്. സോ അതും സെയിം ട്വിൻസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷന് നമുക്കൊരു ചെറിയ പാർട്ടി വിയറിൻ്റെ ഗൗൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാച്ചിങ് ഡാഡിന് ഷർട്ട് വേണമെങ്കിൽ ഡാഡിൻ്റെ ഷർട്ടും ചെയ്യാം. അതിൻ്റെ കൂടെ മോമിന് സെയിം ഗൗണും നമുക്ക് ചെയ്യാൻ പറ്റും. കൊടുത്തിട്ട് ഇത് ആക്ച്വലി ഇന്നും ഫിനിഷ് ആയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഇത് നമുക്കിൻ്റെ ഫുൾ ഫിനിഷിംഗ് പീസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. അടുത്ത നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ന്യൂ ബോൺ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ചെറിയ ഫ്രോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വലി ഫിനിഷിംഗ് ആയിട്ടില്ല. സോ ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ഈ ചെസ്റ്റിൽ വന്നിട്ട് ഹെഡ് ബാൻഡ്സും കൂടി വരും. സോ ഇതിൻ്റെ ലാസ്റ്റ് സ്കാലോപ്പ് ഡീറ്റെയിലിംഗ് ഇപ്പം ഇവർ ചെയ്യുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ സ്കാലോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് വന്ന് പിന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും.